നമസ്കാരം. തിരുവനന്തപുരത്ത് ചരിത്രം കുറിച്ചുകൊണ്ട് BJP നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതി നഗരസഭയുടെ അമരത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് ആ സ്ഥാനാർത്ഥി ആരായിരിക്കും, അതായത് തിരുവനന്തപുരം നഗരസഭയുടെ പിതാവ് ആരായിരിക്കും. താങ്കളുടെ നിരീക്ഷണം. നല്ല നമസ്കാരം. BJP വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് BJP പോലും പ്രതീക്ഷിച്ച് കാണില്ല ഇത്രയും മികച്ച ഒരു വിജയം കിട്ടും എന്ന്. അതിനൊരു കാരണമുണ്ട്. BJP ഈ 80 സീറ്റുകളിൽ ജയിച്ചു വന്നതിനും കൃത്യമായ കാരണമുണ്ട്. ആ കാരണം ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ കാരണം മറ്റൊന്നുമല്ല, RSS ആണ്. ഏറ്റവും താഴെത്തട്ടിൽ നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൽ RSSൻ്റെ ശക്തി എന്താണെന്ന് പല കുറി തെളിഞ്ഞിട്ടുള്ളതാണ്. 2015-ലും 2020-ലും അതുപോലെ വിവിധ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ RSSന് എത്ര ശക്തിയുണ്ട്, RSS പ്രവർത്തിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ BJPയുടെ ഗതി എന്താകും എന്ന് പല കുറി തെളിഞ്ഞതാണ്. ഇവിടെയും അതുതന്നെയാണ്. RSS കൃത്യമായിട്ട് താഴെത്തട്ടിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. BJPക്ക് അതിൻ്റെ നേട്ടമുണ്ടായി. വളരെ നമ്മളതിൻ്റെ ഓരോ ബൂത്ത് തലത്തിൽ പോയി കണക്കൊന്നും എടുത്ത് പരിശോധിച്ചില്ലെങ്കിലും നമുക്ക് വളരെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും, തിരുവനന്തപുരം BJP പിടിച്ചതിൻ്റെ പിന്നിൽ RSSൻ്റെ ഏറ്റവും കൃത്യതയാർന്ന അച്ചടക്കത്തോടു കൂടിയുള്ള കഠിനാധ്വാനം ആണ്. ശരി, അതുതന്നെ മേയർ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. കാരണം RSSനും കൂടി താല്പര്യമുള്ള ഒരാൾ. RSS നേരിട്ട് അങ്ങനെ ഇതിനകത്ത് ഇടപെടും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ പൊതുവെ എല്ലാ വിഭാഗം RSSനകത്തുള്ള സംഘപരിവാറിലെ മുഴുവൻ വിഭാഗങ്ങളുടെ BMSൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ഒക്കെ പ്രയത്നം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരാളായിരിക്കും മേയറായിട്ട് വരിക എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. പ്രചാരണ ഘട്ടത്തിൽ തന്നെ BJPക്ക് ചെറിയൊരു എഡ്ജ് കിട്ടുന്നു എന്ന് തോന്നിയപ്പോൾ തന്നെ ഇത്തരം ചർച്ചകൾ സജീവമായി. BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരാകും മേയർ? ഒന്ന് രണ്ട് പേരുകൾ ആദ്യമേ സജീവമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിന്നത് ഒരു IPS ഓഫീസറുടെ, അതായത് അവരെ പോലെയുള്ള അല്ലെങ്കിൽ ഇത്ര ഒരു DGP റാങ്കിലുള്ള ഒരു ഓഫീസർ കൗൺസിലറായിട്ട് മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ റീസൺ. ഒരു അന്തർധാര കൃത്യമായി പുറകിലുണ്ട്, അവർക്കൊരു കൃത്യമായ ഓഫർ കൊടുത്തിട്ടുണ്ട്. സോ അവർ ജയിക്കുകയാണ്, BJP ഭരിക്കുകയാണ്, BJPക്ക് ഭരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ആ IPS ഓഫീസർ തന്നെ വരും എന്നുള്ളതായിരുന്നു ഒരു നാരേറ്റീവ്. മറ്റൊന്ന്, നമ്മുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന BJP ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ VV രാജേഷ്, അദ്ദേഹത്തിനാണ് അടുത്തൊരു പാർട്ടിയിലെ സീനിയോറിറ്റിയും പാരമ്പര്യമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിനാണ് ഒരു ക്ലെയിം പിന്നെ പറഞ്ഞത്. പിന്നെ മറ്റ് സീനിയറായിട്ടുള്ള 4-5 ടേം വിജയിച്ച് നഗരസഭാ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള 1-2 കൗൺസിലർമാരുടെ പേര്, പേരിലേക്ക് ഞാൻ കടക്കുന്നില്ല, അവരുടെയും പേരുകൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ ഒരു ആശയക്കുഴപ്പം? അല്ല, ആശയക്കുഴപ്പം പുറത്തുള്ളവർക്കാണ്, അതിനകത്ത് അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ BJPയുടെ നേതൃത്വത്തോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ RSS നേതൃത്വത്തോട് ഈ വിഷയങ്ങളൊന്നും സംസാരിച്ചാൽ ഒരു തരിമ്പും, ഒരു ചെറിയൊരു വക്കോൽ തുരുവിൻ്റെ അത്ര പോലും നമുക്ക് വിവരങ്ങൾ കിട്ടില്ല, ഒരു മാധ്യമങ്ങൾക്കും കിട്ടില്ല. അത് RSSൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവരത് കൃത്യമായിട്ട് അവർക്ക് പറയാനുള്ളത് പറയുമ്പോഴേ പുറത്തറിയുള്ളൂ. അത് അതിൻ്റെ ഒരു സംവിധാനമാണ്. പക്ഷെ BJP നേതൃത്വത്തിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ആശയക്കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വളരെ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ അനീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ IPS ഓഫീസർ വരുമ്പോൾ നമ്മുടെ വേറെ ആരുമല്ല, DGP ആയിരുന്ന ശ്രീലേഖ, ശ്രീലേഖ മാഡത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അത് ഇവിടുന്ന് മാത്രമല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അവരുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി മേയർ വനിതാ സംവരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മേയർ പുരുഷനാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ വനിതയായിരിക്കും, മേയർ സ്ത്രീയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ പുരുഷനായിരിക്കും. ഇങ്ങനെ ഒരു കീഴ്വഴക്കത്തിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പ്രാഥമികമായിട്ട് പരിഗണിക്കുന്നത് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തന്നെയായിരിക്കും. കാരണം കോർപ്പറേഷൻ കൃത്യമായി ഭരിക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള, അത് ചെയ്ത് അനുഭവ സമ്പത്തുള്ള ഒരാൾ വേണം. അത് ഈ DGP ആയിരുന്ന ശ്രീലേഖ IPSന് അതിൽ വേണ്ട തഴക്കവും പഴക്കവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് സേനയിൽ അവരുടെ സേവനം നമുക്കറിയാം, വലിയ പരാതികളൊന്നുമില്ലാതെ മുന്നോട്ട് പോയ ഒരാളാണ്, ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കിയ ആളാണ്. ശരി, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ശ്രീലേഖയെ
കൊണ്ടുവരുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അങ്ങനെ വരുമ്പോൾ മേയർ സ്ഥാനാർത്ഥിയിലേക്ക് അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ആര് വരും, മേയറായിട്ട് ആര് വരും എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ ഈ കേട്ടുകേൾവികളുടെ കൂട്ടത്തിലുള്ള ഒരു പേര് മാറ്റി ഇല്ല. അവിടെയാണ് എനിക്കൊരു ഇനിയുണ്ട് ഒരു അഭിപ്രായം പറയാനുള്ളത്. ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഉറപ്പിച്ചു. ശരി, ഈ മേയർ സ്ഥാനത്തേക്ക് കൃത്യമായിട്ട് ഒരാളെ ഒരു പക്ഷേ ഏതെങ്കിലും വിധത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ലെന്നിരിക്കട്ടെ, പറയാം, ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ശരി, നാളെ അതിനകത്തൊരു തർക്കമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പദവിയിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ ആ പേരിൽ ഒന്നിലധികം പേരുകൾ പറയും, അതിൽ നിന്നൊരു പേര് ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ ശ്രീലേഖ തന്നെ ഒരു പക്ഷേ മേയറാകും. ഡെപ്യൂട്ടി മേയറായിട്ട് മറ്റൊരു വനിത കടന്നു വരികയും ചെയ്യും. അതിന് മറ്റ് ആൾക്കാർ BJPയിൽ വനിതകൾ ധാരാളം ജയിച്ചു വന്നിട്ടുണ്ട്. കൗൺസിലിൽ തന്നെ കഴിഞ്ഞ 2 കൗൺസിലിലും ജയിച്ചു വന്ന വനിതകളുണ്ട്. അപ്പോൾ അതിലാരെങ്കിലും ഡെപ്യൂട്ടി മേയറായിട്ട് നിയോഗിക്കപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. ശരി, ഇനി അങ്ങനെയല്ല, ഈ പുരുഷനെ തന്നെ മേയറായിട്ട് കണ്ടെത്തുകയാണ് എന്നിരിക്കട്ടെ, അവിടെ ഒരു ലിസ്റ്റുണ്ട് കൃത്യമായിട്ട്. ശരി, അത് കഴിഞ്ഞ 2 or 3 തവണയായിട്ട് കൗൺസിലിൽ ജയിച്ചു വന്ന ആൾക്കാരുടെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു പട്ടികയുണ്ട്. ആ പട്ടികയ്ക്കകത്ത് പല പേരുകളുമുണ്ട്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ പേര് പറഞ്ഞാൽ അത് ചിലരെ നമ്മൾ അനുകൂലിക്കുന്നതായും ചിലരെ പ്രതികൂലിക്കുന്നതായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം. ശരി, നമുക്കത് ഒഴിവാക്കാം. ചില അടയാളങ്ങളും സൂചനകളും നമുക്ക് പറയാമല്ലോ, അതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഒന്നിലധികം തവണ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ, വളരെ നല്ല രീതിയിൽ പല പദ്ധതികളും തൻ്റെ വാർഡിൽ നടപ്പാക്കിയ ആൾ, മാലിന്യ സംസ്കരണം ഉൾപ്പെടെ, തെരുവുനായ പ്രശ്നം ഉൾപ്പെടെ, കുടിവെള്ളം, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ, ഇതിലൊക്കെ കൃത്യമായി തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ഒന്നിലധികം പുരുഷ കൗൺസിലർമാർ BJPക്കുണ്ട്. ശരി, അവരെ ആരെ വേണമെങ്കിലും പരിഗണിക്കാം. ആ ലിസ്റ്റിൽ അവരെല്ലാം കടന്നുകൂടിയിട്ടുണ്ട്. എൻ്റെ നോട്ടത്തിൽ ചെറുപ്പക്കാരനായ ഒരാളായിരിക്കും. ഒരു പുതുമുഖം ആകാനും സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ പറഞ്ഞതുപോലെ നമുക്ക് അധികം പരിചിതനല്ലാത്ത, എന്നാൽ BJPക്കുള്ളിലും RSSലും ഒക്കെ സംഘപരിവാറിൽ പൂർണ്ണമായും പ്രവർത്തിച്ച് പരിചയവും നല്ല അനുഭവ സമ്പത്തും ഉള്ള ഒരാളിനെ ഒരു പുതുമുഖം വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം BJP വരാൻ പോകുന്ന 50 വർഷത്തെ BJPയുടെ ഭാവി നിശ്ചയിക്കുന്ന 5 വർഷങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയിൽ വരാൻ പോകുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഈ 5 വർഷം BJP തികച്ചു ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭരിച്ചാൽ അത് കേരളത്തിലെ BJPയുടെ 50 വർഷം. ഈ 50 വർഷം BJP കേരളത്തിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കും, എന്തൊക്കെ ചെയ്യും, BJPക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകും, എന്തൊക്കെ കോട്ടങ്ങളുണ്ടാകും, BJP എവിടെയെല്ലാം വിജയിക്കും, BJP എവിടെയെല്ലാം പരാജയപ്പെടും. ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും പരാജയപ്പെടുന്നതും അല്ല പറയുന്നത്. ഈ ഭരണ മേഖലയിൽ ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് BJPയുടെ മുന്നേറ്റം, BJPയുടെ തളർച്ച, ഇത് രണ്ടും നിർണ്ണയിക്കാൻ പോകുന്നതാണ് ഈ വരുന്ന തിരുവനന്തപുരം നഗരസഭയിലെ 5 വർഷത്തെ BJPയുടെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വം വളരെ ആലോചിച്ച് ചിന്തിച്ച് ഒരാളെ മേയർ സ്ഥാനത്തേക്ക് ഏതായാലും ഒരു ചെറുപ്പക്കാരനായിരിക്കും. അപ്പം ഇവിടെ BJP കേന്ദ്ര നേതൃത്വം മാത്രമല്ല, ഇവിടെ RSSും ഇടപെടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം RSS വളരെ ശക്തമായ വർക്കെല്ലാം ചെയ്ത് BJPക്ക് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവരുടെ അഭിപ്രായത്തിന് വിലയുണ്ട്. ഞാൻ RSS എന്ന് പറയുമ്പോൾ കേവലം RSS മാത്രമല്ല, ആ സംഘപരിവാർ ദ ഹോൾ, വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിക്ക് തിരുവനന്തപുരത്ത് നല്ല സ്വാധീനമുണ്ട്. പല മണ്ഡലങ്ങളിലും അവരുടെ സ്വാധീനം, ഇപ്പോൾ BJP ഏതാനും വോട്ടുകൾക്ക് തോറ്റുപോയ ചില സ്ഥലങ്ങളുണ്ട്, അവിടെ പോലും ഈ ഹിന്ദു ഐക്യവേദിയുടെ മറ്റുമൊക്കെ സ്വാധീനം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ അത് പശ്ചാത്തലമാക്കി ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദ ഹോൾ സംഘപരിവാറിനും ഒരഭിപ്രായമുണ്ടാകും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരാൾ. ഞാൻ ആരുടെയും പേര് പറഞ്ഞ് ശരി അങ്ങനെ നിൽക്കട്ടെ, തൽക്കാലം നമുക്കൊരു ചെറുപ്പക്കാരൻ മേയറാകും എന്നാണ് എൻ്റെ. ഇനി ചില സ്വതന്ത്രന്മാരെയൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള എന്തൊക്കെ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്, ശരിയാണ്? അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഈ സ്വതന്ത്രന്മാർ 2 പേരും ജയിച്ചിരിക്കുന്നത്
ഇപ്പോൾ കണ്ണമ്മൂലയിലെ കാര്യം എടുക്കാം. പാറ്റൂർ രാധാകൃഷ്ണൻ നമ്മുടെ പ്രസ് ക്ലബ്ബ് പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്, നമ്മുടെ തന്നെ സുഹൃത്താണ്. രാധാകൃഷ്ണൻ അവിടെ ജയിച്ചത് CPM വിരുദ്ധ വോട്ടാണ്. പിണറായി വിരുദ്ധ, കുറേ കൂടെ വ്യക്തമായിട്ട് പറയാം, അതൊരു CPM വാർഡാണ്. അവിടെ പിണറായി വിരുദ്ധ വോട്ടാണ്. ഈ നിലവിലെ ഭരണ സംവിധാനം, നിലവിലെ പാർട്ടി സംവിധാനം, ഇതിനോടൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് കൃത്യമായൊരു ആംഗിള് നമ്മൾ പിടിക്കണമെങ്കിൽ ഈ കണ്ണമ്മൂലയിലെ, അതുപോലെ കുന്നുകുഴി തൊട്ടടുത്ത വാർഡ്, അവിടെ മേരി പുഷ്പം കോൺഗ്രസിൻ്റെ ജയിച്ചു, IP ബിനു തോറ്റു. IP ബിനു നിസ്സാരക്കാരനല്ല, അതികായനാണ് CPMലെ, ജില്ലയിലെ അല്ലെങ്കിൽ നഗരത്തിലെ ഒരു അതികായനാണ്. IP ബിനു അവിടെ തോറ്റു. അത് ശരിക്കും രാഷ്ട്രീയ പോരാട്ടമാണ് കേട്ടോ. അവിടെ വേറെ ഗിമ്മിക്കൊന്നുമില്ല അതിനകത്ത്. രണ്ടുപേരും നന്നായിട്ട് ജനം തീരുമാനിച്ചു. ബിനു തോറ്റു, മേരി പുഷ്പം ജയിച്ചു. ഇവിടെ രാധാകൃഷ്ണൻ തൊട്ടടുത്ത എല്ലാ എതിർ സ്ഥാനാർത്ഥികളെ, അവിടെ BJP മത്സരിച്ചു, CPM മത്സരിച്ചു, കോൺഗ്രസ് മത്സരിച്ചു. CPMും കോൺഗ്രസും രാധാകൃഷ്ണനെ അവരന്മാരെ നിർത്തിക്കൊടുത്തു, രണ്ടുപേരും ചേർന്ന് നിർത്തിക്കൊടുത്തു. BJP അത് ചെയ്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന BJP അവിടെ വലിയ കാര്യമായ പ്രവർത്തനം ഒന്നും നടത്തിയതായിട്ട് തോന്നുന്നില്ല. അതൊരു BJP വാർഡല്ല. ബേസിക്കലി BJPക്ക് അവിടെ കുറച്ച് വോട്ടേ ഉള്ളൂ, ഒരു 500-600 വോട്ട് കിട്ടും. ആ വോട്ടിൽ ഒരു നല്ലൊരു പങ്കും രാധാകൃഷ്ണന് പോയിരിക്കാം. CPM വിരോധം മുൻനിർത്തി അത് രാധാകൃഷ്ണന് ഗുണം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിരുദ്ധ ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിന് എതിരെയുള്ളൊരു വികാരം അവിടെ നിഴലിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് അത് വോട്ടിങ്ങിനെ അത് ബാധിച്ചു. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ ജയിച്ചത്. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ ഇനി ഒരു CPM പിന്തുണയുള്ള ഒരു സംവിധാനത്തിലേക്ക് രാധാകൃഷ്ണൻ അങ്ങോട്ട് പിന്തുണ കൊടുക്കുകയോ ഇങ്ങോട്ടൊരു പിന്തുണ വാങ്ങുകയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് രാധാകൃഷ്ണൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഗുണം ചെയ്യില്ല. അപ്പോൾ അദ്ദേഹം BJP പാളയത്തിലേക്ക് രാധാകൃഷ്ണൻ, ഏതെങ്കിലും ഒരു പാളയത്തിലേക്ക് രാധാകൃഷ്ണൻ പെട്ടെന്ന് അങ്ങനെ കടന്നു വരും എന്ന് ഞാൻ കരുതുന്നില്ല. പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ പിന്തുണ സ്വീകരിക്കുകയോ ചെയ്യാം. ഒരു പക്ഷേ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാനായിട്ട് രാധാകൃഷ്ണൻ വന്നേക്കാം, മത്സരിച്ച് അവിടെ BJP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ രാധാകൃഷ്ണൻ സ്വാഭാവികമായിട്ടും ജയിച്ചു വരും. ഇനി കോൺഗ്രസ് കൗൺസിലർ, അതും നമ്മൾ മനസ്സിലാക്കണം. പൗണ്ട് കടവിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. പൗണ്ട് കടവിൽ അവിടെ കോൺഗ്രസ് അവർക്ക് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. അത് ലീഗിന് വഴിപ്പെട്ട്, ലീഗിൻ്റെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ചെയ്തു എന്നാണ് ഈ ജയിച്ചു വന്ന ആൾ തന്നെ ആരോപിക്കുന്നത്. അവിടെയും ഇത് തന്നെ സംഭവിച്ചു. BJPയുടെ വോട്ട്, BJPക്ക് വളരെ ചെറിയ ഒരു സംഖ്യ വോട്ട് അവിടെ ഉണ്ട്. ആ വോട്ട് ഈ കോൺഗ്രസ് വിമതന് പോയി, അദ്ദേഹം ജയിച്ചു. അല്ലാതെ തന്നെ ആ ആളിന് ജയിക്കാനുള്ള സ്വാധീനം അവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കൂടെ ചേർന്ന് വന്നപ്പോൾ ആൾ ജയിച്ചു. ഒരു പക്ഷേ CPMും അത്തരത്തിൽ വോട്ട് ചെയ്തിരിക്കാം. അവിടെ ഈ ജാതി മത ധ്രുവീകരണങ്ങളൊക്കെ നടന്നിരിക്കാൻ നല്ല സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ എനിക്ക് സംശയമുണ്ട്, ഈ പൗണ്ട് കടവിൽ ലീഗിൻ്റെ സമ്മർദ്ദമാണോ അതോ സഭയുടെ സമ്മർദ്ദമാണോ എന്ന് പറഞ്ഞത്. എന്തായാലും ഒരു മതപരമായ ഒരു സമ്മർദ്ദത്തിന് അടിപ്പെട്ടാണ്, ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിയോഗിച്ചതും ആ ആൾ തോറ്റുപോയത്. അപ്പോൾ ഈ ആളിനും തിരിച്ചിനി കോൺഗ്രസിലേക്ക് പോയി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എതിർത്ത് BJP എതിർത്ത് അദ്ദേഹം പുകഞ്ഞ കൊള്ളിയാണ്. ഈ രണ്ടുപേരും ആ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് സംഘടനയിലേക്ക്, പാർട്ടിയിലേക്ക് പോകുന്നത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഗുണം ചെയ്യില്ല. അപ്പോൾ അവരാലോചിച്ച് തീരുമാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പഴയതുപോലൊന്നുമല്ല രാഷ്ട്രീയം, ഇല്ലെങ്കിൽ അവർ അതിനുള്ള ഉപദേശങ്ങളൊക്കെ തേടും. അപ്പോൾ അവർ രണ്ടുപേരും BJP അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ അവർക്ക് കിട്ടാൻ ഇപ്പോഴത്തെ നിലയ്ക്ക് BJPക്ക് 52 കൗൺസിലർമാർ ടോട്ടൽ വേണം. 8 സ്റ്റാൻഡിംഗ് കൗൺസിലും പിടിക്കണമെങ്കിൽ 52 കൗൺസിലർമാർ വേണം. അതുകൊണ്ട് BJP വളരെ കൃത്യമായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യും. കേൾക്കുന്നൊരു കാര്യം, സാധ്യത വളരെ കുറവാണ് എന്ന് വിലയിരുത്തലുണ്ടെങ്കിലും കേൾക്കുന്നൊരു കാര്യം, BJP അങ്ങനെ ചരിത്ര നേട്ടം സൃഷ്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ ഭരിക്കേണ്ട എന്ന് ഇടതും വലതും കൂടെ തീരുമാനിക്കുകയും 2 സ്വതന്ത്രന്മാരെ നമ്മുടെ കൂടെ കൂട്ടിയാൽ അവൻ്റെ പണി തീർക്കാം എന്നൊക്കെ ചില ചേട്ടന്മാർ വിചാരിക്കുന്നു എന്ന തരത്തിൽ ചില കരക്കമ്പികൾ കേൾക്കുന്നു. താങ്കളും കേട്ടിട്ടുണ്ടാവും. എന്ത് തോന്നുന്നു? കരക്കമ്പികളാണ് അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടതും വലതും ഒരുമിച്ചാൽ തീർന്നു. അവർക്കറിയാം അത് UDFനെ സംബന്ധിച്ച് UDF അത് കുറേയൊക്കെ സ്വാഗതം ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 2004 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ലോക്സഭ. BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ അന്ന് ഏതാണ്ട് 54, 56, 58 സീറ്റുകൾ ലോക്സഭയിൽ CPMന് LDFനുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
UPA സർക്കാരിന്റെ കാലത്ത്, ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഈ BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു, പുറത്തുനിന്ന് പിന്തുണച്ചു. എന്നിട്ട് അവരൊരു സ്പീക്കറെ ദാനം ചെയ്തു, ചാറ്റർജിയെ, സോമനാഥ് ചാറ്റർജിയെ. എന്ത് സംഭവിച്ചു? ചാറ്റർജി കൂടും കുടുക്കെടുത്ത് CPM ഉപേക്ഷിച്ച് പോയി. 2009 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്താ ആടപടലം ഇടതുപക്ഷം തകർന്നു വീണു. കേരളത്തിൽ മാത്രമല്ല ബംഗാളിലും ഒക്കെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. ഇന്ന് ബംഗാൾ കയ്യിലില്ല, ത്രിപുര കയ്യിലില്ല, രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഒക്കെ കോൺഗ്രസിൻ്റെ ദയയിൽ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ ദയയിൽ 1-2 MLA-മാരെ കിട്ടുന്നു, അല്ലെങ്കിൽ 1-2 MP-മാരെ കിട്ടുന്നു. ഇതാണ് സാഹചര്യം. ഇത് വെച്ചുകൊണ്ട് CPM ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ പോയാൽ CPM-ൻ്റെ സർവനാശമായിരിക്കും ഫലം. CPM എന്ന് പറയുന്ന പാർട്ടി പിന്നെ കേരളത്തിൽ കാണില്ല. സഖാവ് പിണറായി വിജയൻ അത്രയും വലിയൊരു മണ്ടത്തരം കാണിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. BJP പൂട്ടാൻ വേണ്ടിയിട്ട് CPM-കാർ ഒരിക്കലും കോൺഗ്രസിനോട് കൈ കൊടുക്കില്ല. ഈ കൈ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. BJP ഭരിക്കും, ഒരു പുതുമുഖമായിരിക്കും മേയർ, ഡെപ്യൂട്ടി മേയറായിട്ട് IPS ഓഫീസർ, റിട്ടയർഡ് IPS ഓഫീസർ വരുന്നു. ദെൻ അതിനുശേഷം സ്വതന്ത്രന്മാരെ അർഹമായ സ്ഥാനങ്ങൾ കൊടുത്ത് BJP-ക്കൊപ്പം നിർത്തും. അങ്ങനെയാണെങ്കിൽ 5 കൊല്ലം സുഖമായിട്ട് BJP-ക്ക് ഭരിക്കാൻ പറ്റും. 5 കൊല്ലം ഭരിക്കാൻ സാധിച്ചേക്കും, ഉറപ്പാണ്. നമുക്ക് രാഷ്ട്രീയമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. പ്രവചനങ്ങൾക്ക് അതീതമാണെല്ലാം. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം, മനസ്സിലായി. ഏതായാലും ഇനിയിപ്പോ ഏറിയാൽ അരനാഴിക നേരം എന്ന് പറയുന്നില്ലേ, ഏതാനും ദിവസങ്ങൾക്കകം, മണിക്കൂറുകൾ മാത്രമാണ്. നമുക്ക് നോക്കാം എന്താണ്. അതെ, 26-ാം തീയതി കൃത്യമായിട്ട് അറിയാം ആരാകും മേയർ എന്നുള്ളത്. നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.